അൽഹംദുലില്ലാ കുറഞ്ഞ വിദ്യാർത്ഥികളുമായി ജോലിയേറ്റു. ഇപ്പോൾ അത് 22-23 വിദ്യാർത്ഥികൾ ആയിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ ഇവിടുന്ന് കോളേജിലും മറ്റും പറഞ്ഞയക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. ആ പിതാവിന് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമ്മക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഈ മഹലിനെ സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ, ബഹുമാനപ്പെട്ട കുഞ്ഞുഹാജി എലമംഗലം, അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ആദ്യമായി പള്ളി എടുക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ അള്ളാഹ്. ചെറിയ ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, എല്ലാം നീ നീക്കിക്കൊടുക്കണേ അള്ളാഹ്. ഇതുപോലെ ഇവിടെ ചെലവിന് കൊടുക്കുന്ന ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അള്ളാഹ്. മുതഅല്ലിമീങ്ങൾ കയറി ഇറങ്ങുന്ന വീടുകൾ റഹ്മത്തിൻ്റെ വീടുകളാക്കി നീ മാറ്റണേ അള്ളാഹ്. അതുപോലെ പലരോടും ഈ അവസരത്തിൽ കടപ്പെട്ടവരുണ്ട്. ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. ഈ പ്രിയപ്പെട്ട ഈ വിനീതനെ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ 5ാം ക്ലാസ്സിൽ തന്നെ ഏറ്റെടുക്കുകയും കൂടെ നടത്തി അൽഹംദുലില്ലാ ഈ നിലയിലേക്കൊക്കെ എത്തിച്ചതിൽ ഉസ്താദിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഈ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങളൊക്കെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. അള്ളാഹുവെ ഇനിയും ഞങ്ങൾക്കെല്ലാവർക്കും ദീനീ ഖിദ്മക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാ സന്തോഷങ്ങളും അറിയിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഇന്ന് വരേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദായിരുന്നു. ഉസ്താദിന് ചെറിയൊരു പ്രയാസം നേരിട്ടത് പെട്ടെന്ന് വിളിച്ചറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതനും വലിയ മുഹിബ്ബുമായ ബഹുമാനപ്പെട്ട റഷീദ് സഖാഫി ഉസ്താദ്, ഏലംകുളം ഉസ്താദാണ്. നമ്മുടെ നാടുകളിലൊക്കെ, ഈ നാടുകളിലും പരിസര നാടുകളിലൊക്കെ നമുക്ക് പല സന്ദർഭങ്ങളിലായിട്ട് ഉപദേശത്തിന് വന്നിട്ടുണ്ട്. ഉസ്താദിൻ്റെ ദഅവയിലും നമ്മുടെ ദഅവയിലൊക്കെ അല്ലാഹു തആല വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിൻ്റെ പാതയിൽ മഹലിനോടൊപ്പം ഒരു ദശകം. ഉസ്താദ് ജസീഫ് നഈമിയുടെ ദറസ് 10ാം വാർഷിക സമ്മേളനം. ആശംസകൾ അറിയിച്ച് സംസാരിച്ച വന്യ ഗുരുവര്യർ അബ്ദുർ റഷീദ് ബാഖവി ഉസ്താദ് കൂടുതൽ സംസാരിച്ചത് നമ്മുടെ നാട്ടുകാരെ പറ്റിയാണ്. അവർക്ക് വേണ്ടിയുള്ള ദുആകളായിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഉസ്താദിൻ്റെ ജീവിതത്തിലും ദറസിലും ഖിദ്മകളിലുമെല്ലാം അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വാർഷിക സമ്മേളനത്തിൽ നിങ്ങളുമായി സംവദിക്കുന്നു. ഈ നാടിന് ആത്മീയമായി മക്കൾക്ക് ദറസിനും നേതൃത്വം കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉസ്താദ് ജസീഫ് നഈമി അവറുകൾ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, ബഹുമാന്യരായ ഷെയ്ഖുന അബ്ദുർ റഷീദ് ബാഖവി ഉസ്താദ്, ബഷീർ ഫൈദി ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, പരിസര മഹല്ലുകളിലെ ഖതീബന്മാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ.
സൗത്ത് സുന്ന പാപ്പായി ദർസിൻ്റെ 10ാമത് വാർഷികം ആഘോഷിക്കുന്ന വേദിയിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ നാടിന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ദർസ് എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ജീവനാഡിയായ ഇൽമിൻ്റെ പ്രചരണത്തിന് വേണ്ടി, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടങ്ങി വെച്ച ദർസ്, ആ ദർസിൻ്റെ പരമ്പരാഗതമായ ശൈലിയിൽ ഇന്നും നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ അൽഹംദുലില്ലാ നമ്മുടെ ഈ പാപ്പായി ബിലാൽ ജുമാ മസ്ജിദ് ഈ മഹല്ലിൽ നടന്നു വരുന്നതിൻ്റെ 10ാമത് വാർഷികം ആഘോഷിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, നമ്മുടെ നാട് കൊടുമുടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും വളരെ ആവേശത്തോടു കൂടെയാണ് നമ്മുടെ ഈ പരിപാടിയെ സ്വീകരിച്ചതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും. കാരണം നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന് നൽകിയ നല്ലൊരു അനുഗ്രഹം മറ്റുള്ള പല മഹല്ലുകൾക്കും കിട്ടാത്ത വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ ബിലാൽ ജുമാ മസ്ജിദ് മഹല്ലിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. ആ സന്തോഷം ആഘോഷിക്കുന്ന വേളയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അറിവുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് ആഘോഷിക്കുന്ന വളരെ സന്തോഷകരമായ അവസ്ഥയിലാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ സമയത്ത് 2016 ഏപ്രിൽ 1-ാം തീയതിയാണ് അൽഹംദുലില്ലാ നമ്മുടെ മഹല്ലിൽ റഷീദ് ബാഖി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ദർസ് ആരംഭിക്കുന്നത്. 2026 ഏപ്രിൽ 1-ാം തീയതി ഇന്നലെ 10 വർഷം പൂർത്തീകരിച്ചു. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സമയത്ത് ഒരുപാട് മുഖങ്ങളെ ഓർക്കുകയാണ്. നേരത്തെ ബാവാക്കയും അതുപോലെ തന്നെ ബഹുനിരായ ഉസ്താദവർകളും ഓർമ്മപ്പെടുത്തിയതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മഹല്ലിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരുപാട് മുഖങ്ങൾ, ദർസിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിരുന്ന ഒരുപാട് ആളുകൾ, നേരത്തെ പറഞ്ഞതുപോലെ തച്ചങ്ങാടൻ ബാവാക്കയെ പോലെ, സയ്യിദ്ക്കയെ പോലെ, അതുപോലെ ശംസുക്കയെ പോലെ, മദീനയിലെ കാക്കുവിനെ പോലെ, കഴിഞ്ഞ മാസം മരണപ്പെട്ട കുഞ്ഞിപ്പാക്കയെ പോലെ ഒരുപാട് മുഖങ്ങൾ, അവരൊക്കെ ദർസിനെ സ്നേഹിച്ച് ദർസിന് വേണ്ടി ജീവിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാ ഈ രൂപത്തിൽ 10 വർഷം ഒരേ മഹല്ലിൽ ദർസിന് 10 വർഷം തികക്കുക എന്നതിലുപരി ഒരു മഹല്ലിൽ നിന്ന് തന്നെ ആ 10 വർഷം തികക്കാൻ സാധിക്കുക എന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളും ഞങ്ങളുടെ മഹല്ലിലെ എല്ലാ ആളുകളും കാണുന്നത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ 10 വർഷത്തിൽ അൽഹംദുലില്ലാ വളരെ സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷങ്ങൾ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നിലവിൽ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നവർ, കഴിഞ്ഞ വർഷങ്ങളിൽ നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ, അവരൊക്കെ ദർസിന് വേണ്ടി കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിച്ചവരും സഹകരിച്ചവരും അതിനുവേണ്ടി പ്രയത്നിച്ചവരും ദർസ് നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് പാതിരാത്രി ദർസിൻ്റെ ആവശ്യം പറഞ്ഞു വിളിച്ചാലും, ഓരോ കുട്ടിയുടെ വിഷയം പറഞ്ഞു വിളിച്ചാലും ഉറക്കൊന്നും ഒരു തടസ്സമല്ലാതെ ആ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച്, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ച്, തിരക്കുകളൊക്കെ മാറ്റിവെച്ച്
കുട്ടികളുടെ വിഷയത്തെ പരിഗണിക്കുന്ന നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളും മെമ്പർമാരും അള്ളാഹുവെ അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അള്ളാഹു എല്ലാം കബൂലാക്കുമാറാകട്ടെ. ഓർമ്മിക്കാൻ ഒരുപാടുണ്ട്. എന്നെ മദ്രസയിൽ എന്നെ കൈപിടിച്ച് വളർത്തിയ, എനിക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തന്ന, കിതാബിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ, ആ ഉസ്താദുമാരൊക്കെ അൽഹംദുലില്ലാ സദസ്സിലുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഉസ്താദ്, അതുപോലെ തന്നെ നാസർ ഉസ്താദ് അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അതുപോലെ തന്നെ എൻ്റെ വന്യപിതാവ് ഹംസ എന്ന് പറയുന്നവർ, എൻ്റെ അമ്മാവൻ ഞങ്ങളെ മുതഅല്ലിമായി വളർത്താൻ വേണ്ടി ഒരു ആലിമായി കാണാൻ ആഗ്രഹിച്ച് നമ്മുടെ റഷീദ് ബാഖവി ഉസ്താദിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് അവരാണ്. അള്ളാഹുവെ രണ്ടുപേരും ഖബറിലാണ്. രണ്ടുപേർക്കും നീ സന്തോഷം നൽകണം അവിടെ ഖബർ നീ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ അങ്ങനെ തുടങ്ങി നിരവധി ആളുകളെ ഈ സമയത്ത് ഓർക്കാനുണ്ട്. അള്ളാഹുവെ എല്ലാവരെയും നീ കബൂലാക്കണേ പ്രത്യേകം ഞാൻ ഇവിടെ ഇന്ന് ഈ നിൽക്കാനും ഇവിടെ ഈ മഹല്ലിൽ 10 വർഷം ദർസ് പഠനം പൂർത്തീകരിക്കാനുമൊക്കെ എനിക്ക് എല്ലാ നിലക്കുള്ള സംവിധാനങ്ങളും കഴിവുകളും എൻ്റെ ഉപ്പയും ഉമ്മയുമായി എന്നെ ഈ രൂപത്തിൽ എനിക്ക് എന്തർഹതപ്പെടാനുണ്ടോ അതെല്ലാം എനിക്ക് അവകാശപ്പെടാനുള്ളതെല്ലാം അതിനെല്ലാം അർഹനായിട്ടുള്ളത് എൻ്റെ ഉസ്താദാണ്. ഉസ്താദിൻ്റെ കീഴിൽ 10 വർഷം ഞാൻ പഠനം പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാ ഉസ്താദ് തന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ദർസ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഉസ്താദിനോട് പലപ്പോഴും പറയാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ പഠിക്കുന്ന അവസാനത്തെ മാസം ഉസ്താദ് വിളിക്കുന്നു, പാപ്പായി പള്ളിയിൽ ദർസ് തുടങ്ങണം. അപ്പം ഞാൻ ചോദിച്ചു ഉസ്താദിനോട്, കുട്ടികളുണ്ടോ? എൻ്റെ കയ്യിൽ കുട്ടികളൊന്നും ആയിട്ടില്ല. ഉസ്താദ് പറഞ്ഞു, അതൊന്നും നീ ചിന്തിക്കേണ്ടതില്ല, നീ ഇന്നാലിന്ന ദിവസം പള്ളിയിലേക്ക് എത്തുക, ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ ഒരുക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അന്ന് ദർസ് തുടങ്ങാനുള്ള കുട്ടികളെയും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് ദർസ് തുടങ്ങി തന്നത് ഉസ്താദാണ്. അള്ളാഹുവേ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണം ദീനീ ഖിദ്മയിലായ ഒരുപാട് കാലം അവിടുത്തെ തണൽ അനുഭവിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അവിടുത്തെ ഉപ്പ മരണപ്പെട്ടു പോയി. അള്ളാഹുവെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അങ്ങനെ അന്ന് തുടങ്ങിയതാണ് 2016 ഏപ്രിൽ 1-ാം തീയതി. അൽഹംദുലില്ലാ ഇന്ന് ഈ രൂപത്തിൽ വളരെ സന്തോഷകരമായി ഒരു നാടിനെ അഭിമാനിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അൽഹംദുലില്ലാ വളർന്നു പന്തലിക്കാൻ ചെറിയ നിലക്കാണെങ്കിലും സാധിച്ചു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 10 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും ഞാൻ ഈ മഹല്ലിൽ വന്നത് മുതൽ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിന്ന ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ മഹല്ല് വളരെയധികം സഹായ സഹകരണത്തോടുകൂടെ ദർസിന് വേണ്ടി എല്ലാ നിലക്കുള്ള സഹായങ്ങളും ചെയ്തു വരുന്ന മഹല്ല് നിവാസികളാണ്. എന്ത് വിഷയം പറഞ്ഞാലും ഒരു പരാതിയും ഒരു വിഷമവും കൂടാതെ സ്വീകരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി തരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 10 വർഷം പൂർത്തീകരിക്കാൻ സാധിച്ചത്. ആ സഹകരണവും ആ ഒരു ഐക്യവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞങ്ങളുടെ പള്ളി ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഉസ്താദ് നിർമ്മിച്ചു. അത് കഴിഞ്ഞ് ഒരു 8 വർഷം കഴിയുന്നതിന് മുമ്പേ സൗകര്യങ്ങൾ പരിമിതമായപ്പോൾ കമ്മിറ്റി കൂടിയിട്ട് പുതിയ ഒരു പള്ളി ഒന്ന് പുനർനിർമ്മിക്കണമെന്നുള്ള ആശയത്തോടു കൂടെ മുന്നോട്ട് വന്നപ്പോൾ അൽഹംദുലില്ലാ നാട്ടിലുള്ള ആളുകളുടെ സഹകരണത്തോടു കൂടെ അൽഹംദുലില്ലാ ഇന്ന് കാണുന്ന വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഭംഗിയുള്ള ആ മസ്ജിദ് ഈ രൂപത്തിലേക്ക് എത്തിച്ചത് നമ്മുടെ മഹല്ലിലുള്ള ആളുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. നമ്മുടെ മഹല്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ 150, 200, 500 ആയിരുന്നുള്ള വീടല്ല, 100-ൽ കുറഞ്ഞ വീടുകൾ മാത്രമാണ് ഈ മഹല്ലിലുള്ളത്. ആ മഹല്ലിൽ തന്നെ 20-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ മഹല്ലിലെ ഓരോ വീടുകളിലും ഒരു പകുതിയിലധികം എന്നല്ല 75% വീടുകളിലും നമ്മുടെ മക്കള് ഭക്ഷണത്തിന് വേണ്ടി പോകുന്നുണ്ട്. ആ നിലക്ക് സഹായ സഹകരണങ്ങളോടുകൂടെ ഐക്യത്തോടുകൂടെ ഐക്യം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അൽഹംദുലില്ലാ നമ്മുടെ ഈ പരിപാടിയും അതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പഞ്ചായത്തിലെയും പരിസര മഹല്ലുകളിലുള്ള മുഴുവൻ ഖതീബന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ അവരൊക്കെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും ദീനീ ഖിദ്മയിലായി അള്ളാഹു നൽകുമാറാകട്ടെ. ആ നിലക്കൊരു സന്തോഷത്തോടെ ബഹുവന്യരായ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ വരുമ്പോൾ അതേ വേദിയിൽ തന്നെ
നമ്മുടെ കൂറ്റമ്പാറ ഉസ്താദ് വരാമെന്ന് ഏറ്റിരുന്നു, ചില പ്രയാസങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയതാണ്. അൽഹംദുലില്ലാ ഏലംകുളം ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു ഐക്യവും ആ ഒരു സന്തോഷവും പങ്കിടുന്ന വളരെ സന്തോഷകരമായ ഒരു വേദിയാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. എന്ത് വിഷയം പറഞ്ഞാലും, പള്ളിയുടെ വിഷയമാണെങ്കിലും ദർസിൻ്റെ വിഷയമാണെങ്കിലും ഏറ്റെടുക്കുക എന്നത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാ റബീഉൽ അവ്വലിൻ്റെ പരിപാടിയാണെങ്കിലും റമളാനിലെ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ പരിപാടിയാണെങ്കിലും നോമ്പ് തുറയാണെങ്കിലും അതൊക്കെ പറയുന്നതിൻ്റെ മുമ്പേ അതിലേക്ക് ആളുകൾ സഹകരിച്ചും സഹായിച്ചും ആ വിഷയം ഒരു പ്രയാസവും കൂടാതെ പൂർത്തീകരിക്കുന്ന ഒരു രൂപം അൽഹംദുലില്ലാ അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. കഴിഞ്ഞ മാസം നോമ്പിന് കുട്ടികൾ മഗ്രിബിന് ശേഷം വീടുകളിലേക്ക് ഭക്ഷണത്തിന് പോയി തറാവീഹിന് തിരിച്ചെത്താൻ പ്രയാസമായപ്പോൾ ഞാനൊരു മെസ്സേജ് അയച്ചു. കുട്ടികൾക്ക് ഭക്ഷണം പള്ളിയിൽ വെച്ചുകൊണ്ട് കൊടുക്കാനുള്ളൊരു സംവിധാനം വേണം, അതിലേക്ക് സഹകരിക്കാനുള്ള ആളുകൾ അറിയിക്കണമെന്നൊരു മെസ്സേജ് അയച്ചപ്പോൾ അൽഹംദുലില്ലാ 30 ദിവസവും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വക ഓരോരുത്തർ ഏറ്റെടുത്തുകൊണ്ട് പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, ആ റമളാനിൽ കൊടുക്കാൻ കഴിയാത്തത് റമളാനിന് ശേഷവും കൊടുക്കണമെന്ന് പറഞ്ഞ് ആളുകൾ ഏൽപ്പിക്കുന്ന ഒരു സന്തോഷം. അള്ളാഹുവെ ആ അനുഗ്രഹങ്ങളൊക്കെ നീ നിലനിർത്തി തരണേ അല്ലാ. അങ്ങനെ എന്ത് വിഷയം പറഞ്ഞാലും, കഴിഞ്ഞ വർഷം ഒരു കുട്ടി വന്നു. ആ കുട്ടിയുടെ വീട്ടിൽ സാമ്പത്തികമായി ഒന്നുമില്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടി വരുന്ന സമയത്ത് താൽക്കാലികമായി ഉള്ള വസ്ത്രങ്ങൾ മാത്രമാണ് ധരിച്ചിരുന്നത്. ആ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കോളേജിൽ പോകുന്നത് വരെ ഡ്രസ്സ് മേടിക്കാനും തയ്ക്കാനുമുള്ള മുഴുവൻ പണവും എൻ്റെ കയ്യിൽ പല ആളുകളായി ഏൽപ്പിച്ചു. ഈ നിലക്കുള്ള വലിയ സന്തോഷങ്ങൾ അൽഹംദുലില്ലാ അനുഗ്രഹങ്ങളൊക്കെ റബ്ബ് നൽകിയതാണ്. അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തുമാറാകട്ടെ. ഈ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും അള്ളാഹു ഐശ്വര്യവും റാഹത്തും സന്തോഷവും നൽകട്ടെ. ഇതിൻ്റെ സഹകാരികളായി അൽഹംദുലില്ലാ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹുവെ നീ ഖൈർ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവസാനമായൊരു വാക്കുകൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ 10 വർഷം തികയുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ സന്തോഷങ്ങൾ പറയുമ്പോൾ അതിനൊരു ഹംദ് പറയിപ്പിക്കണമല്ലോ, ആ ഒരു സന്തോഷം അറിയിപ്പിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ലഇൻ ശകർതും ലഅസീദന്നകും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്തു കഴിഞ്ഞാൽ ആ ശുക്രിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശുക്ർ സ്വീകരിച്ചാൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്നുള്ള ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു നമ്മുടെ ഈ പ്രോഗ്രാം സ്വീകരിക്കുമാറാകട്ടെ. 10 വർഷത്തിൽ ആരെല്ലാം ഈ ദർസിന് വേണ്ടി മഹല്ലിന് വേണ്ടി അവിടുത്തെ സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു ഖൈർ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെസ്റ്റ് കൊടുമണ്ട പാപ്പായി ബിലാൽ ജുമാ മസ്ജിദിൽ നടന്നു വരുന്ന ഉസ്താദ് ജസീഫ് നഈമിയുടെ ദർസ് 10ാം വാർഷിക സമ്മേളനത്തിൽ കേന്ദ്ര മഹല്ല് സെക്രട്ടറി ബഹവാക്കാനെ ആദരപുരസരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്റ്റേജിൽ ഒരുപാട് ഉസ്താദന്മാരെല്ലാവരും പരിചയമുള്ളവരാണ്. സമയം വളരെ കുറഞ്ഞ സമയമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ വരുമ്പോൾ തന്നെ മോനോട്ട് റഷീദ് ബാക്കവി പ്രസംഗത്തിൽ ഉസ്താദിൻ്റെ പ്രസംഗം ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയൊക്കെ ഉസ്താദ് പറഞ്ഞു. എനിക്ക് പറയാനില്ല എന്നുള്ളതാണ് സംഭവം. അതായത് ഇവിടെ പള്ളി തുടങ്ങിയ അന്ന് മുതലുള്ള കാര്യങ്ങൾ മുഴുവൻ ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഈ അടുത്ത് മരണപ്പെട്ട കുഞ്ഞിപ്പാക്കാന വരെ തുടക്കം മുതൽ അതുവരെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദികളിൽ പ്രത്യേകിച്ച്
ദർസുമായി ബന്ധപ്പെട്ട വേദികളിൽ വളരെ ആവേശപൂർവ്വം എന്ത് അസുഖമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നമ്മോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് നേതൃത്വം നൽകിയിരുന്ന നമ്മുടെ മഹലിൻ്റെ ചെയർമാൻ, അവരൊക്കെ ഇവിടെ ഇപ്പോൾ അനുസ്മരിക്കുകയുണ്ടായി. ഇനിയും ഞാൻ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. വളരെ 10 വർഷക്കാലം ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന ഈ ദർസിന് ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ അവരെ പണ്ഡിത പാതയിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദിനെയും അതിനുവേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയ ഈ മഹലിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെയും അതുപോലെ തന്നെ അവർക്ക് എല്ലാ നേരവും ഭക്ഷണം കൊടുക്കാൻ തയ്യാറായി വന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഉമ്മപെങ്ങന്മാർ എല്ലാവരെയും നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.